കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാനു സമദ് ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾക്കിന്നൊരു കല്യാണമുണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. എവിടെ വെച്ചാ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഹയാത്തുദ്ദീൻ ഓഡിറ്റോറിയത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈരാറ്റുപേട്ടക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ആദ്യം തന്നെ ഓരോ ജ്യൂസ് കുടിച്ചിട്ട് അകത്തേക്ക് കയറി. അതിനുശേഷം മെയിൻ കാര്യങ്ങളിലേക്ക് കടന്നു. നമ്മുടെ മെയിൻ എന്താ, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഫുഡ് അടി. എന്തായാലും അത് തന്നെ ആയേക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നേ. അങ്ങനെ ഇത് ആരുടെ കേറ്ററിംഗ് ആണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ അൻസാരി അണ്ണൻ്റെ അയാൻ കേറ്ററിംഗ് ആണെന്ന്. നല്ല അടിപൊളി ഫുഡായിരുന്നേ. എടുത്തു പറയണം അവരുടെ ബിരിയാണിയെക്കുറിച്ച്, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ്. ഫുഡ് കഴിച്ച എല്ലാവർക്കും അത് തന്നെയായിരുന്നു പറയാനുണ്ടായിരുന്നത്, നല്ല അടിപൊളി ഫുഡാണെന്നുള്ളത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്പിളി പറയുക കുംബ്ലൈസ് മാത്രമേ ഉള്ളൂ, നമുക്ക് പണ്ടേ കുംബ്ലൈസിനോട് താല്പര്യം കുറവാണ്. ഞാൻ പറഞ്ഞു അതിനൊരു കാര്യം ചെയ്യ്, നീ ഐസ്ക്രീം കഴിച്ചിട്ട് കുമ്പിൾ എനിക്ക് തന്നേക്കാൻ. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല, ഏതും പോകും. പ്രത്യേകിച്ച് കുമ്പിൾ കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഒരുപാട് ഫോളോവേഴ്സിനെ കണ്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണും. അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമേ. അത് കാണുമ്പോൾ നമുക്ക് അതിലും സന്തോഷമാവുമല്ലോ, നമ്മുടെ വ്ളോഗൊക്കെ കാണാൻ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴല്ലേ. അതുമല്ല, അത് കണ്ടിട്ട് നമ്മൾ തിരിച്ചറിയുമ്പം നമുക്ക് പറയാൻ പറ്റാത്തൊരു സന്തോഷവുമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇനിയും എൻ്റെ വ്ളോഗ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ അതുപോലെ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചത് ഞങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചായിരുന്നു. എൻ്റെയും അമ്പിളിയുടേതുവേ ഞങ്ങൾ ഒരേപോലത്തെ സ്റ്റിച്ച് ചെയ്താന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിന് അവിടെ നിന്നപ്പോൾ ചക്കിയുടെ വക വീണ്ടും ചക്കി ഐസ്ക്രീമും ജ്യൂസും ഒക്കെ കൊണ്ടുവന്ന് തന്നേ. പിന്നെ അവൻ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് അതുമൊക്കെ കുടിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തു. ഇവനെൻ്റെ മാമിയുടെ മോനാണ്. ഇവൻ എൻ്റെ വ്ളോഗ് കാണുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നേ. പ്രത്യേകം അവനെൻ്റെ വ്ളോഗിൽ കാണിക്കണമെന്നും പറഞ്ഞേ. ഇന്നെന്തായാലും മഴയും കുറവുണ്ടായിരുന്നു, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാവർക്കും അടിപൊളിയായിട്ടൊക്കെ കല്യാണം കൂടാനൊക്കെ പറ്റി. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കൂടിയിട്ട് തിരിച്ചത് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വേണേ കാണാൻ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. അപ്പോൾ ശരി, അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.